ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇന്നൊരു പണി കിട്ടി. ഞങ്ങൾ പടക്കം ഓർഡർ ചെയ്തത് എറണാകുളത്താണ്. അതിപ്പോൾ ഇനി എടുക്കാൻ പോവുക. നല്ലൊരു പണിയാണ് കിട്ടിയുള്ളത്. ഇനിയിപ്പോൾ രാത്രി എറണാകുളത്തേക്ക് പോകണം. എറണാകുളത്ത് പോയി വന്നിട്ട് വേണം സാധനം എടുത്ത് തിരിച്ചു വരണം. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? ചേരാ. ഇപ്പോൾ പോയിട്ട് വരാം. ഞങ്ങളങ്ങനെ എറണാകുളം പോയിട്ട് വരാം. ഞങ്ങളിപ്പോ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നാലും ഇന്ന് ഡേറ്റ് വരുന്ന എത്രയാ? ഏപ്രിൽ 13 അല്ലേ? ഏപ്രിൽ 13, 2026, അതായത് വിഷുവിന്റെ തലേദിവസം. ഞങ്ങളുടെ ഒക്കെ വിഷു എപ്പോഴാണ്? 15-നാണ് വിഷു. പക്ഷേ നമുക്ക് നാളെ തൊട്ട് അതായത് ഏപ്രിൽ 14 സംക്രാന്തി തൊട്ടിട്ട് നമ്മളിവിടെ പടക്കം പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പടക്കം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഓർഡർ ചെയ്ത് എല്ലാ കൊല്ലം പടക്കം ഓർഡർ ചെയ്യും. പടക്കം പൊട്ടിക്കൽ നമ്മുടെ ഒരു ഹരാണ് ഇവിടെ. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ പടക്കം എല്ലാ കൊല്ലം ഓർഡർ ചെയ്യും. എല്ലാ കൊല്ലം ഓർഡർ ചെയ്യാറ് ഇവിടുത്തെ സാധാ അല്ല, ഇവിടുത്തെ റീറ്റെയിൽ കടകളിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്യാറ്. 4,000 രൂപയ്ക്ക് 4,500, 5,000 രൂപയ്ക്ക് നമ്മൾ പടക്കം മേടിക്കും. എന്നിട്ട് കിട്ടണത് പടക്കത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് നമ്മളിവിടെ. കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കുറെ കൊല്ലമായി ഇങ്ങനെ ആലോചിക്കണു, ഓൺലൈൻ പടക്കം ഓർഡർ ചെയ്താലോ. അതായത് ശിവകാശി എന്നൊക്കെ നേരിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഓൺലൈനായിട്ട് അത് എത്രത്തോളം ജെന്യൂൻ ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ കുറെ പേര് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇട്ട് നമുക്ക് ഓക്കെ ജെന്യൂൻ ആണെന്നുള്ളൊരു ഫീല് വന്നുകൊണ്ട് നമ്മൾ 2-3 കൊല്ലം ഇങ്ങനെ പ്ലാൻ ചെയ്യണു ഓൺലൈനായിട്ട് പടക്കം മേടിക്കാന്ന്. പക്ഷെ എല്ലാ കൊല്ലം നടക്കാറില്ല. പ്രാവശ്യം എന്തെന്ന് വെച്ചാല് ഒരു മാർച്ച് സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ട് തന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു പടക്കം മേടിച്ചാലോ ഓൺലൈനായിട്ടെന്ന്. അങ്ങനെ ആലോചിച്ചിട്ട് കണ്ണൻ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് പടക്കം നമ്മൾ ഓർഡർ ചെയ്തു. മാർച്ച് 10, 15 ആ ടൈമിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പടക്കം ഓർഡർ ചെയ്തു. അവർ പറഞ്ഞ് ഒരു 10 ഡേയ്സിലൊക്കെ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞ്. പിന്നെ അതിൽ ഡിലേ വന്ന്, ആ ഡെലിവറി ചെയ്യുന്നതിൽ നല്ല ഡിലേ വന്നു. കാരണം എന്ന് വെച്ചാൽ എലക്ഷൻ അങ്ങനെ കുറെ പരിപാടികളിലൊക്കെ ഡിലേ വന്നു. അങ്ങനെ അതിങ്ങനെ നീണ്ടു പോയി. കഴിഞ്ഞ ആഴ്ച, അതായത് ഏകദേശം ഏപ്രിൽ 5 എന്നെ അവർ വിളിച്ചു. അവർ ഏപ്രിൽ 5 ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. രാത്രിയാണ്. അപ്പോൾ എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് കൊടുത്തു. അപ്പോൾ ഞാനിവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ന് ഡെലിവറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയും ഡിലേ ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഏപ്രിൽ 9 ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഏപ്രിൽ 9 മുന്നേ ഞാൻ എറണാകുളത്ത് തൃശ്ശൂർക്ക് പോകും. അതിനു മുമ്പ് നിങ്ങൾ ഡെലിവറി ചെയ്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡെലിവറി ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവസാനം ഡിലേ ആയി. ഏപ്രിൽ 5 വരെ എന്നെ വിളിച്ചു ഡെലിവറി ചെയ്യാം, എറണാകുളത്തേക്ക് രാത്രി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ്. ഞാൻ വെയിറ്റ് ചെയ്തു, ആരും വന്നില്ല. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു. അന്ന് അവർ കളിപ്പിച്ചു. അങ്ങനെ നീണ്ടുപോയി. അവസാനം ഞാൻ അവരെ വീണ്ടും വിളിച്ച് തല്ലിപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു സംഭവം പോലീസ് പിടിച്ചേക്കാണ്, ഡെലിവറി ചെയ്യാൻ പറ്റില്ല. കിട്ടി പോയി എന്നുള്ള രീതിയിൽ. അപ്പൊ അവർ അവസാനം പറഞ്ഞു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാധനം പാലക്കാട്ടേക്ക് ഡെലിവറി ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 9 തീയതിക്ക് ശേഷം ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചുമ്മാ പറഞ്ഞു. എന്നിട്ട് അവസാനം നമ്മൾ വിചാരിച്ചു ഓക്കെ കിട്ടില്ല, സാധനം കയ്യിൽ നിന്ന് പോയി, പൈസയും പോയി എന്നൊക്കെ വിചാരിച്ചു. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ റീഫണ്ട് ഒക്കെ കിട്ടും. പക്ഷെ റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്താലേ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമ്മൾ ഏകദേശം പൈസ പോയി എന്ന രീതിയിലാണ് ആയിരുന്നു വിചാരിച്ചേ. അങ്ങനെ ഇന്നലെ, അതായത് ഏപ്രിൽ 12 നമ്മൾ കണ്ണൻ ക്രാക്കേഴ്സിന് നേരിട്ട് അവരുടെ നമ്പറിൽ, അവരുടെ ബിസിനസ് കോൺടാക്ട് നമ്പറിൽ വിളിച്ചു. മുമ്പും വിളിക്കാറുണ്ട്, അവർ ഫോൺ എടുക്കാറില്ല. ഇന്നലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ, അതായത് ഇന്ന് അവർ ഡെലിവറി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുന്നത്, ഒരു ഡെലിവറി ബോയ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പടക്കം വന്നിട്ടുണ്ട് എറണാകുളം കാക്കനാട് സെസ്സിന്റെ ബാക്കിൽ, അത് അവരവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 5 മണി വരെ അവരുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു അവർ വെയിറ്റ് ചെയ്യാം, വേറെ വഴിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് നേരെ എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? കാക്കനാട് പോയി. എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഞാൻ വെക്കേഷന് വീട്ടിലേക്ക്, വിഷുവിന് വീട്ടിൽ വന്ന ഞാൻ വീണ്ടും എറണാകുളം പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് 10,000 പോവും. 10,000 രൂപ പോകുന്നതാണോ, ഈ ഒരു പെട്രോൾ അടിച്ച് എറണാകുളം പോകുന്നതാണോ ബുദ്ധി എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അല്ലേ ഇതോ? യെസ്. ഇനി ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തുന്ന വിചാരിക്കുന്നു. ഇപ്പൊ ഏകദേശം ടൈം 5:45.
മാക്സിമം 8 മണിക്കുള്ളിൽ നമ്മളവിടെ എത്തും. അതെ, ഇനി ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. ഓക്കെ. പിന്നെ അത് കൂടാതെ ഇനി ഇത് പടക്കം പൊട്ടിക്കുന്ന വീഡിയോ കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല ഇതോ പിന്നെ അല്ലാണ്ട് നമ്മള് കത്തിക്കല്ലേ ചെയ്യണ്. കത്തിയിലടാ. ഒരിക്കും അതെ. ഓക്കെ. അപ്പൊ വേറെ വഴിയില് നമ്മള് കൂമ്പുള്ളി പാലം വഴി അങ്ങോട്ട് തിരിയാന്ന് വിചാരിച്ചു. തിരിയണില്ല, നമ്മൾ നേരെ പോവാ. മല്ലശ്ശേരി റോഡ് ഭയങ്കര ഷോക്കാണ്. ഇതാണ് നമ്മളെ കൂമ്പുള്ളി പാലം. ഓക്കെ. അപ്പൊ ഇനി വരും കാഴ്ചകളും അതേപോലെ തന്നെ അവിടെ മുന്നോട്ട് പോകാം. എത്തിയിട്ടുള്ളതും. നമ്മുടെ ചെറിയൊരു യാത്രാ വിവരണം നമുക്ക് കാണാം. എന്താണത്? ഇതാണ് ഇവിടുത്തെ തെരുവ് നായ ശല്യം. ഇതാണ് നമ്മുടെ പുളിക്കക്കടവ് പാലം. ആ സൂര്യനൊക്കെ നോക്കി. ഇല്ലേ പുളിക്കക്കടവ് പാലം കൊള്ളാം. ഇല്ലേ നിലവള്ളി പണ്ടാരക്കാട്, നിലവള്ളി തിണ്ടി പണ്ടാറക്കാട്. അവിടെയാണ് ഞങ്ങളുടെ നേറ്റീവ്. അവിടെ നിന്നാണ് എറണാകുളം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേയിലോട്ട് കയറുന്നത് ആ ബൈപ്പാസ് ആണ്. 5-ാം കല്ല്. വളരെ രക്കുണ്ടായിരിക്കും. കാരണം ഇതിപ്പോ ആൾക്കാരെല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക പോവുക ആ ഒരു ടൈമാണ്. സമയം ഏകദേശം 6 മണിയായി, വൈകിട്ട് 6 മണി. സോ അത്യാവശ്യം തിരക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് ഈ റൂട്ട് തന്നെയാണ് ട്രാവലിംഗ് ഫ്രം കൊച്ചിൻ ടു എറണാകുളം ആൻഡ് കൊച്ചിൻ ടു എറണാകുളം, ഫ്രം നേറ്റീവ് ടു എറണാകുളം ആൻഡ് ബാക്ക്. ചില റൂട്ടുകളിൽ മാത്രമേ തുറന്നിട്ടുള്ളൂ, ഇവിടെ എല്ലായിടത്തും തുറന്നിട്ടില്ല. പക്ഷെ കുറച്ച് ദൂരമൊക്കെ കൂടുതൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ. അത് കാരണം നല്ല സുഖമാണ്. ആക്ച്വലി മറ്റേ കോഴിക്കോട് വഴികളൊക്കെ റൂട്ടിലൊക്കെ ഓൾറെഡി പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം ഫ്രണ്ടിന്റെ മാരേജിന് ഒരു 4 മാസം മുന്നേ പോയിട്ടുണ്ട് അവിടെ. നല്ല രീതിയിൽ നല്ല വേഗം എത്താൻ പറ്റും, നമുക്ക് നല്ല ടൈം സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആക്സിഡൻസ് കൂടാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. കാരണം ഇപ്പൊ അവിടെ റൂട്ടിൽ കൂടെ ബൈക്കും ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ തടയണം സത്യം പറഞ്ഞാൽ. കാരണം വണ്ടികളൊക്കെ പോകുന്ന സ്പീഡ് ഉണ്ടല്ലോ, നമ്മള് 100-110 പോകേണ്ടത്. അതില് കൂടാതെ അവിടുത്തെ എൻട്രിയും എക്സിറ്റും ഒക്കെ കറക്റ്റ് ഒന്നുമല്ല. ഐ മീൻ ആൾക്കാരതൊന്നും കറക്റ്റ് ഫോളോ ചെയ്യുന്നില്ല. അത് കാരണം ആക്സിഡൻസ് ഇപ്പോൾ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് റീലൊക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ എന്തോ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവുന്നതിന്റെ. അതൊക്കെ നോക്കണം. അതൊക്കെ നോക്കി എല്ലാവരും കറക്റ്റായിട്ട് റൂൾസ് എല്ലാം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെവലപ്മെന്റ് തന്നെ ആയിരിക്കും. ഞങ്ങൾ ഇപ്പൊ വാടാനപ്പള്ളി എത്തി. വാടാനപ്പള്ളി സെന്റർ എത്തിയിട്ടില്ല തോന്നില്ലടാ. സെന്റർ എത്താനായിട്ട് മുമ്പ് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ കുറച്ചു നേരം സാധാ റോട്ടിൽ കൂടെ ഓടിച്ചതിന് ശേഷം നമ്മള് ആദ്യത്തെ 4 പാതയില്ലേ പാതകളോട്ടെ പുതിയ റോട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. കുറച്ചു ദൂരം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ റോട്ടിലേക്ക് തന്നെ കയറും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ റോഡുകൾ ഇങ്ങനെ കിട്ടും തോന്നുന്നു. ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കയറി വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ തൃപ്രയാർ എത്തി. ഇത്ര മനോഹരമായ കാഴ്ചകളാ. 2 സൈഡില് തെങ്ങ്. ഇതിപ്പോ നമ്മള് കേരളത്തിലല്ല വേറെ എവിടെയോ ആണെന്നുള്ളൊരു ഫീല് വരെ നമുക്ക് ചിലപ്പോൾ തോന്നും. ആ റോഡ് കണ്ടിട്ടുണ്ട്. ഐ മീൻ ഇങ്ങനത്തെ റോഡ് നമ്മുടെ കേരളത്തില് ഇല്ല. നമ്മളിപ്പോ കൊടുങ്ങല്ലൂർ ആവാറായി. നല്ല ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നിന്നും വണ്ടികൾ അധികം നീങ്ങണില്ല. ഇപ്പൊ ചെറുതായിട്ട് നീങ്ങുന്നുണ്ട്. കുറച്ചു നേരം വരെ നീങ്ങിയിടുന്നില്ല. വല്ലാത്തൊരു ബ്ലോക്കായി പോയില്ലേ. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് കാണാം. ബ്ലോക്കൊക്കെ മാറി. ഇനി എറണാകുളം എത്താറാവുമ്പോ വീണ്ടും വരാം. ഒരു കിലോ ചിക്കൻ ബിരിയാണി 250 രൂപ കേട്ടോ. 1 കിലോ ചിക്കൻ ബിരിയാണി 250 രൂപ കൈമേല്.
ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ടുള്ള സമയം 7:30 കുറച്ച് നേരത്തെ പറയുമ്പോൾ കൊടുങ്ങല്ലൂർ എത്താറായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് എത്താൻ ഇനി 10 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ബ്ലോക്കിൽ വിട്ടു, കുറച്ച് അത്യാവശ്യം നേരം ബ്ലോക്കിൽ വിട്ടു. 2 മണിക്കൂർ എടുത്ത് കൊടുങ്ങല്ലൂർ. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് കാക്കനാടാണ്. കാക്കനാട് പാട്ടമുകൾ പടക്കം കളക്ട് ചെയ്തു. കുറെ ടൈം എടുത്തു. ആക്ച്വലി സമയം ഇപ്പൊ 9 മണിയായി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കാരണം കുറെ ടൈം എടുത്തിട്ടാണ് എത്തിയത്. വലിയൊരു ബോക്സ് ആണ്. എന്തായാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പോ അവിടെ പോയിട്ട് നമുക്ക് തുറന്നു നോക്കണം. വീട്ടിൽ പോയിട്ട് ഇന്ന് പറ്റില്ലായിരിക്കും, ചിലപ്പോ നാളെ ഇങ്ങനെ നോക്കാല്ലേ. നാളെ നോക്കണ്ടേ? നാളെ നോക്കാം. എന്തായാലും 12 മണിയാവും. നാളെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കണം. അതെ, നാളെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ സെറ്റ് ആക്കാം. അവിടുന്ന് പടക്കം കളക്ട് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം 9,300 രൂപയ്ക്കുള്ള പടക്കാണ് മേടിച്ചത്. അതിന് ഇവർ ഡെലിവറി ചാർജ് ആയിട്ട് 800 രൂപയും കൂടി മേടിച്ചു നമ്മുടെ. അങ്ങനെ മൊത്തം ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ 10,200 അറേഞ്ച് ആയി. 1,500 രൂപ പെട്രോൾ ആവശ്യം. ഇനിയിപ്പോ ഇതിന് 1,500 രൂപ പെട്രോളും. അങ്ങനെ അഞ്ചരക്ക് ഇറങ്ങിയത്. 5:30 ഇറങ്ങിയിട്ട് നമ്മള് 9 മണിയാകുമ്പോഴാണ് എത്തിയത്. 5:30, 6:30, 7:30, 8:30, ഏകദേശം 3.5 മണിക്കൂറോളം എടുത്തു. അത്രക്ക് പോസ്റ്റ് ആയി റോഡില്. റോഡാണെങ്കിലും അതിലേറെ കഷ്ടം. തിരിച്ചു വരുമ്പോഴും ബ്ലോക്ക് തന്നെ. നമ്മള് ഏത് വഴി പോയാലും ബ്ലോക്കാ. ആലുവ പാലല്ലേ. ഒരു മില്ല നേരത്ത് സമയം 9:45. വീണ്ടും നമ്മൾ ബ്ലോക്കിൽ പെട്ടിരിക്കുന്നു. പ്രണയിനി നീലറാവിലെ ചേട്ടൻ കണ്ടോ ട്രാഫിക്കില് വണ്ടി ഓടിക്കണുണ്ടോ? ബസ് ആ ഫോൺ വിളിച്ചിട്ടുണ്ടോ? വണ്ടി ഓടിക്കണില്ലേ എല്ലാവരും? ഞങ്ങളങ്ങനെ കൊരട്ടിയിലെ ഹോട്ടൽ മിൻസ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മിൻസയിലെത്തി ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ്. ഇവിടെ എൻ്റെ കീശയിലുണ്ട്. ഓക്കെ, പിന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം. അവിടേക്കൊന്നും ക്യാമറ എടുക്കണില്ല, അതിന് മാത്രം ഞങ്ങൾ എക്സ്ട്രോവേർട്സ് ആയിട്ടില്ല. ഓക്കെ, എന്തുട്ടാ കടയുടെ പേര്? മിൻസ. മിൻസേന്ന് മന്തി കഴിക്കാന്ന് വിചാരിച്ച് കയറിയതാ. മന്തി കിട്ടിയില്ല. വേറെ ഞാൻ ബിരിയാണിയും നിതു ഒരു ഫ്രൈഡ് റൈസും കഴിച്ചു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ, ഞങ്ങൾ പുതുക്കാടുന്ന് ടോൾ ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ പുതുക്കാടുന്ന് വേറെ റൂട്ട് എടുത്ത് ഊരകം വഴിയെടുത്ത്. പണി എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെയും ബ്ലോക്കാ. ഇവിടുത്തെ റെയിൽവേ ഗേറ്റിൽ റെയിൽവേ ക്രോസ് കിട്ടി. അപ്പം അതിൻ്റെ ബ്ലോക്ക്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ബ്ലോക്കോട് ബ്ലോക്ക്. സമയം പറയാൻ വിട്ടുപോയി. സമയം 11:30 ആയി. 5:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ 11:30 ആയി. ട്രെയിൻ വന്നു ഗായ്സ്. അപ്പോൾ അധികം നേരം നമുക്ക് ബ്ലോക്ക് ആക്കിയില്ല. ഒരു 2-3 മിനിറ്റ് കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ വന്നു. കൂൾ സ്റ്റോപ്പ്. അങ്ങനെ അവസാനം വീടെത്തി. സമയം 12:30 ആയി. എത്ര മണിക്കൂർ യാത്ര? 5:30 to 12 മണി. 7 മണിക്കൂർ യാത്ര. 7 മണിക്കൂർ യാത്ര. എറണാകുളത്തേക്ക് പോയി വന്നാട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് പടക്കത്തിൻ്റെ ബോക്സ് സിറ്റ് ഔട്ടിലേക്ക് എടുത്തു വെച്ചു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 20 കിലോയ്ക്ക് മുകളിലുണ്ടാവും. പാക്കേജിങ് അത്ര നല്ലതായിരുന്നില്ല. കുറേ നാൾ വണ്ടിയിൽ കെട്ടിക്കിടന്നുകൊണ്ടായിരിക്കാം ഒരു ഭാഗം ഫുള്ളായിട്ട് ക്രാക്കായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, താഴെയുള്ള ബോക്സുകളൊക്കെ വെയിറ്റ് കാരണം ആകെ ചളങ്ങിയിരിക്കുകയായിരുന്നു. രാത്രി നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ അൺബോക്സിങ് നാളെ രാവിലെ ആക്കാം എന്നായിരുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ബോക്സിൻ്റെ അവസ്ഥ കണ്ടപ്പോഴും പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടൊക്കെ അപ്പം തന്നെ ബോക്സ് ഹോളിലോട്ട് മാറ്റി അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ കാണുന്ന വിഷ്വൽ ഞങ്ങൾ നേരം വെളുത്തിട്ട് എടുത്താണ് കേട്ടോ. അത് രാവിലെ തന്നെ പാക്കേജിലുണ്ടായിരുന്ന ബില്ലെടുത്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു.
57 ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷേ കൗണ്ട് എടുത്തപ്പോൾ 52 ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. ചില ഐറ്റംസൊക്കെ അവർ തന്നെ ബില്ലിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലത് ഓർഡർ ചെയ്തതിലും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്ത ഐറ്റംസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്തായാലും ഓൺലൈനിൽ പടക്കം ഓർഡർ ചെയ്തത് കുറച്ചൊന്ന് ഞങ്ങളെ ചുറ്റിച്ചുണ്ടായിരുന്നെങ്കിലും പാക്കേജ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം വർത്താണ്. എന്തായാലും മിനിമം 20,000 രൂപ കൊടുത്താൽ പോലും നാട്ടിൽ നിന്ന് ഇത്രയും ഐറ്റംസ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. ബാക്കി വിഷു കലാപരിപാടികളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.